ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ്. ഇന്നത്തെ കളക്ഷൻസ് നമ്മൾ കാണാൻ പോകുന്നത് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ടൈപ്പിലുള്ള 2 പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് കേട്ടോ. ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഷെയ്ഡും വരുന്നുണ്ട്, വേറെ 2 ഷെയ്ഡും വരുന്നുണ്ട്. അപ്പം നമ്മളതെല്ലാം കാണുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എനിക്ക് മെസ്സേജ് കമൻറ്റ്സ് ഒക്കെ അയക്കാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ടിരുന്ന കളക്ഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ വരുമ്പോഴത്തേക്ക് അതൊക്കെ സോൾഡ് ഔട്ടായി പോയിട്ടുണ്ടാവും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് തന്നെയാണ്. ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് നല്ലൊരു ജോർജറ്റ് ഫാബ്രിക്കാണ് വരുന്നത് കേട്ടോ. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഇലയിലാണ് വരുന്നത്. കുർത്തിൻ്റെ ലെങ്ത് ഒരു 47 എബോവ് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് യോക്കേരിയാണ്. നമുക്ക് അതിൻ്റെ ക്ലോസർ വ്യൂ കാണാം. എങ്കിൽ മാത്രമേ അത് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. നല്ല ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസ് വ്യൂ വരുന്നത്. ഇതിൻ്റെ യോക്ക് ഏരിയ കണ്ടോ, ഫുള്ളായിട്ട് ഇങ്ങനെ ഹെവി ആയിട്ട് ഇങ്ങനെ ബീഡ്സ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്കൊരു പാർട്ടി വെയറൊക്കെ ആയിട്ട് ഒരു പാൻറ്റും കൂടെ, ഇപ്പോൾ ടോപ്പും ദുപ്പട്ടയും അവൈലബിൾ ആണല്ലോ, ഒരു പാൻറ്റും കൂടെ ഒക്കെ വെയർ ചെയ്തിട്ട് ലെഗിൻസോ അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് അത് ഇഷ്ടം, ഓരോരുത്തരുടെ ഓരോ ഇഷ്ടമല്ലേ, അതേപോലത്തെ ഒരു പാൻറ്റും കൂടെ ഒക്കെ പെയർ ചെയ്ത് നമുക്ക് ഒരു പാർട്ടി വെയറൊക്കെ ഇടാൻ പറ്റിയ അടിപൊളിയാണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ്. അവിടെ ഡസ്റ്റി ആയിട്ടുള്ള നേവി ബ്ലൂ ഒന്നുമല്ല. ഈ വീഡിയോയിൽ കാണുന്ന അതേ സെയിം ഷെയ്ഡാണ്. നല്ല ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ഇതിൻ്റെ ഈ 3/4 സ്ലീവ്സിൻ്റെ എൻഡിൽ കണ്ടോ, ഇങ്ങനെ ഒരു 4 ലെയർ പോലെ ഇങ്ങനെ പിൻഡെക്സ് മോഡലിലാണ് വരുന്നത് കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് അതിൻ്റെ കുർത്തി വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. 2 സൈഡ് വന്നിട്ട് സ്വീക്കൻസ് വന്നിട്ട് അതിൽ സ്കാലപ്പാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൽ അവിടെ ആയിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ സീക്വൻസ് വർക്കാണ് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഹെവി ആയിട്ടാണ്. നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയ അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ, അത്ര അടിപൊളി എന്ന് പറയുന്നത് ഇത്രയും പ്രാവശ്യം എടുത്തിട്ട് പറഞ്ഞാൽ അത്രയും അടിപൊളി ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അത്ര ഭംഗിയാണ്. ഈ കുർത്തി വെയർ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഫൈനൽ ഔട്ട്ഫിറ്റാണ് കിട്ടുന്നത്. ദുപ്പട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2.5 എബോവ് വരുന്നുണ്ട് കേട്ടോ. നല്ല ലെങ്ത് ഉണ്ട്. നോർമലി എനിക്ക് ദുപ്പട്ടയ്ക്ക് ഇത്രയും ലെങ്ത് വരത്തില്ല. ഇതുകൊണ്ട് അത്രയും അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട്. ഇത് വെയർ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഫൈനൽ ഔട്ട്ഫിറ്റാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മൾ മുന്നേ കണ്ടതിൻ്റെ വേറൊരു ഷെയ്ഡാണ്. ബെക്കിലായിട്ട് എല്ലാം സെയിം തന്നെയാണ്. ആ ഷെയ്ഡിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇങ്ങനെയാണ് വരുന്നത് എൻ്റെ ഫ്രണ്ട് പോർഷൻ. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഒരു പർപ്പിൾ ഷെയ്ഡാണ്. പർപ്പിൾ ആണെങ്കിൽ തന്നെ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത്. അതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ മുന്നേ കണ്ട പോലെ തന്നെ സെയിം തന്നെയാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ദുപ്പട്ട. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോ ഞാൻ ഏറ്റവും എൻഡിലായിട്ട് കൊടുത്തേക്കാം. ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. 3 ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ബെക്കിലായിട്ട് എല്ലാം സെയിം തന്നെയാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട്, ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ്. ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഇതിൽ ഈ റാണി പിങ്കിലൊക്കെ ഈ ഒരു ഷെയ്ഡിൽ ഈ ഒരു സ്വീക്വൻസ് വർക്കും കൂടെ ഗോൾഡൻ കളർ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതെല്ലാം വെയർ ചെയ്തിട്ടുള്ള ഫോട്ടോ വന്നിട്ട് ഇതിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് കൊടുത്തേക്കാം. അപ്പം നിങ്ങളിതെല്ലാം വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്താൽ മതി. ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ്. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 8891479506. കസ്റ്റമർ കെയർ നമ്പർ 9645479506. അപ്പം നമ്മളിപ്പോൾ കണ്ട എല്ലാ കുർത്തിൻ്റെയും സൈസ് വന്നിട്ട് M to XXL ആണ് വരുന്നത്. ഈ 2 പീസ് സെറ്റിൻ്റെ സൈസ് വന്നിട്ട് M to XXL ആണ് വരുന്നത്. പ്രൈസാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. 1050 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പം നമ്മുടെ ഗിവവേയുടെ കാര്യം ആരും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിനി 4Kയിൽ എത്താൻ വേണ്ടി വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം ഒന്നും കൂടെ സ്പീഡായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ എത്രയും വേഗം 4K ആവാം. അതിനുശേഷം നമുക്ക് ഗിവ് അവേ അനൗൺസ് ചെയ്യണ്ടേ. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. നിങ്ങൾ മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അവർ വേഗം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. കാരണം ആരും നിങ്ങളുടെ ഈ ചാൻസ് മിസ്സാക്കരുത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. അപ്പം ഇനി അടുത്തൊരു എലഗൻ കളക്ഷനുമായിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഗൗരി ഹർഷൻ.